നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുറമെ നമ്മുടെ ശരീരത്തിനെ വൃത്തിയാക്കി ക്ലീനാക്കി സൂക്ഷിക്കുന്ന പോലെ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഉള്ളിലും നമ്മുടെ ശരീരം ക്ലീൻ ആയിരിക്കണം എന്നുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ജോയിൻറ്റ് പെയിൻസുകളുടെ പ്രശ്നങ്ങൾ, ശരീരം മുഴുവനായിട്ടുള്ള നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, ആമവാദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതെല്ലാം റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് വരുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യവുമായിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആക്നേൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇച്ചിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, സോറിയാസിസ്, എക്സിമ മുതലായിട്ടുള്ള സ്കിൻ കണ്ടീഷൻസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തും ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും സ്ട്രെസ്സ്, ആൻസൈറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം കൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ വരാം, പുളിച്ചിത കെട്ടലിൻ്റെ പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. IBSൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, IBDയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മാറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള മുഴുവനായിട്ടുള്ള മാലിന്യങ്ങൾ പുറന്തള്ളേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ നമുക്ക് പുറന്തള്ളാൻ സഹായിക്കുന്ന, ആയുർവേദത്തിലൂടെ സഹായകരമാവുന്ന ഒരു റെമഡി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയും ഏത് രീതിയിലാണ് നമ്മുടെ കുടലിനെ സംരക്ഷിച്ച് പോരേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിനു വേണ്ടി കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ അടിഞ്ഞുകൂടുന്ന ഈ ഒരു മാലിന്യങ്ങളെ നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ പറയുന്നത് ആമ എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളുടെ തെറ്റായ രീതിയിലുള്ള ഭക്ഷണ രീതികൾ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ സമയത്ത് നമ്മൾ കഴിക്കുന്നത് കൊണ്ടോ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള ഫൈബർ കണ്ടൻറ്റോ അല്ലെങ്കിൽ ജലാംശമോ ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും തുടക്കത്തിലുണ്ടാകുന്ന കുടൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ബാധിക്കുന്നത്. നമ്മുടെ കുടലിൽ നമ്മളെല്ലാം ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും ശുദ്ധീകരിക്കുകയും അതുപോലെ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ചില മാലിന്യങ്ങളൊക്കെ തന്നെ അവിടെ സ്റ്റക്കായി നിൽക്കുകയും ഈ മാലിന്യങ്ങൾ രക്തവുമായിട്ട് കലർന്നിട്ട് ഇത് നമ്മുടെ ശരീരം മുഴുവനായിട്ടും നമ്മൾ സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രകടമായിട്ട് കാണുന്നത് നമ്മുടെ സ്കിന്നിലാണ്. സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിലുകളോ അല്ലെങ്കിൽ കുരുക്കളോ ആയിരിക്കും ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും, നമുക്ക് വായിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാകുന്ന കുരുക്കൾ ഒക്കെ തന്നെ നമുക്ക് കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ കുടലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ എന്തെങ്കിലും തരത്തിലുള്ള ദഹന പ്രശ്നങ്ങളുണ്ടെങ്കിലോ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഒക്കെ തന്നെ ഈ ഒരു കാര്യം നമുക്ക് കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അതുപോലെ നമുക്ക് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ട്രെസ്സ്, ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു IBSൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ മോഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരിക, അതായത് നമുക്ക് പൂർണ്ണമായിട്ടും മോഷൻ പാസ് ചെയ്യാത്ത പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മോഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി വരികയാണ് ഈ IBSൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത്. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ മൂലകാരണമായിട്ട് വരുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യമാണ്. അപ്പോൾ കുടലിൻ്റെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ മാലിന്യങ്ങളെ, നമുക്കിപ്പോൾ ഉള്ള മാലിന്യങ്ങളെയൊക്കെ തന്നെ നമുക്ക് പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു ആയുർവേദ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറയാം. അതിന് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ത്രിഫല ചൂർണ്ണമാണ്. ത്രിഫല ചൂർണ്ണം നമുക്ക് ഏത് ആയുർവേദ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ട് എല്ലാ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ചൂർണ്ണം തന്നെയാണ് ഇത്. ലാക്സേറ്റീവ് ആയിട്ടുള്ളതാണ്. ഈ ത്രിഫല ചൂർണ്ണത്തിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് നമുക്ക് താനിക്ക, പിന്നെ നെല്ലിക്ക, പിന്നെ കടുക്ക എന്നുള്ള രീതിയിലാണ്. ഈ 3 കാര്യങ്ങളും നമ്മൾ ഒരുപോലെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ത്രിഫല ചൂർണ്ണത്തിൽ. നമ്മുടെ കുടലിൽ എത്രത്തോളം പഴക്കം ചെന്നിട്ടുള്ള മാലിന്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് പുറന്തള്ളാൻ സഹായകരമാവുകയും അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു കുടലിലുള്ള നല്ല ബാക്ടീരിയസിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടല്ലോ, പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പെരിഞ്ചീരകവും നമ്മുടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ, പുളിച്ചിത കെട്ടലിൻ്റെ പ്രശ്നങ്ങൾ, പലപ്പോഴും പലർക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിച്ചാൽ തന്നെ
തന്നെ വയറ് വീർത്ത പോലെ നമുക്ക് തോന്നുക, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരിക, അപ്പോൾ അതുപോലെ കീഴ്വായുവിൻ്റെ പ്രശ്നങ്ങൾ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഒരു പെരുംജീരകം എന്നുള്ളത്. ഈ പെരുംജീരകം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എത്ര അളവാണോ നമ്മൾ ഈ ഒരു ത്രിഫലാചൂർണം എടുക്കുന്നത്, ഇത് രണ്ടും ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. 5 ടേബിൾ സ്പൂണ് നമ്മൾ ത്രിഫലാചൂർണം എടുക്കുക, അതുപോലെ തന്നെ 5 ടേബിൾ സ്പൂൺ നമ്മൾ ഈ ഒരു പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ എടുക്കുക. രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ, ഒരു ഗ്ലാസിൻ്റെ ടിന്നുണ്ടല്ലോ, ആ ടിന്നിൽ നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഇതിനകത്തുനിന്നാണ് നമ്മൾ എടുത്ത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിന്നും ഒരു 1/2 സ്പൂണാണ് നമ്മൾ എടുക്കേണ്ടത്. 1/2 സ്പൂണ് നമ്മൾ ഒരു ചെറു ചൂടുവെള്ളത്തിൽ നമ്മളിത് കലക്കുക. ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇത് നമ്മൾ ഓവർനൈറ്റ് വെക്കുക. അതായത് വൈകുന്നേരം ഇത് കലക്കിയിട്ട് വെക്കുക. എന്നിട്ട് രാവിലെ ഇത് കുടിക്കുക. എന്നിട്ട് വൈകുന്നേരത്തേക്കുള്ളത് രാവിലെ 1/2 സ്പൂണ് ഇതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കലക്കി അത് അടച്ചു വെക്കുക. പിന്നെ കുടിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം അത് കുടിക്കുക. ഇങ്ങനെ 2 നേരമായിട്ടും 1/2 സ്പൂൺ വീതം നിങ്ങൾ കുടിക്കാവുന്നതാണ്. ഇത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് മോഷൻ പോകുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ ലൂസായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും പോകുന്നത്. ഇനി 1/2 സ്പൂണ് കഴിച്ചിട്ടും നിങ്ങൾക്ക് ഒരു സംതൃപ്തി കിട്ടുന്നില്ല, നിങ്ങൾക്ക് മോഷൻ പാസ് ചെയ്യുമ്പോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 സ്പൂൺ എന്നുള്ളത് 1 സ്പൂൺ ആക്കാം. അപ്പോൾ ഇനി 1/2 സ്പൂൺ കഴിക്കുന്നവർക്ക് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് 1/4 സ്പൂൺ ആക്കിയിട്ട് കുറവാക്കാം. ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു ഡൈജഷൻ്റെ ആ ഒരു പ്രോസസ്സ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ബേസിക് ആയിട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് 1/2 ടീസ്പൂണാണ്. ഈ 2 നേരം കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 ദിവസം നിങ്ങൾ ഇതുപോലെ 2 നേരമായിട്ട് 1/2 സ്പൂൺ വീതം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. മോഷൻ അമിതമായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ ഏതെങ്കിലും ഒരു സമയം മാത്രമാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒരു 7 തൊട്ട് ഒരു 10 ദിവസം വരെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നമുക്കിതുപോലെ ഉള്ള മാലിന്യങ്ങൾ അടിഞ്ഞു കൂടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് പറയാം. പ്രധാനമായിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അതുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫൈബർ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളാൻ നമ്മളെ സഹായിക്കുകയുള്ളൂ. മത്തൻ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ ഫ്രൂട്ട്സിലാണെന്നുണ്ടെങ്കിൽ പപ്പായ കഴിക്കാം. നമുക്ക് ഒരു പകുതി പപ്പായ നിങ്ങൾ രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് മാത്രം മതിയാവും. നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മോഷൻ പാസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത് പേരയ്ക്ക. ഇതെല്ലാം നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും നല്ല ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമാണ്. പേരയ്ക്ക നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് വാഴപ്പിണ്ടിയുടെ ഉപ്പേരി നമുക്ക് കഴിക്കുന്നത് നമ്മുടെ കുടലിലെ ആരോഗ്യം, പ്രത്യേകിച്ച് കുടലിൽ അടിഞ്ഞുകൂടുന്ന ഒരുപാട് മാലിന്യങ്ങളെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ വാഴപ്പിണ്ടി ചെറുതായിട്ട് മുറിച്ച് അതിൻ്റെ നാരുകളൊക്കെ തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കി കളയണം. അതിനുശേഷം ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം പയറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിപ്പിൻ്റെ കൂടെയോ ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ചെറിയുള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ടെടുക്കാം. അത് നമ്മൾ ഭക്ഷണത്തിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ ആയിട്ട് ഉപ്പേരി ആയിട്ടുള്ള രീതിയിലൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു വയർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും നമ്മളെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ചവച്ചരച്ചിട്ട് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പലപ്പോഴും പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോവുകയും എല്ലാം വേഗം കഴിച്ച് പോവുകയും ചെയ്യുമ്പോഴേക്കും ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ദഹിക്കാൻ അതിനനുസൃതമായിട്ടുള്ള ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ചവച്ചരച്ച് സാവധാനം കഴിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ദഹനം നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളാനും ഇത് സഹായകരമാവുന്നതാണ്. അടുത്തത് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മളുടെ ഈ ഒരു മോഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ശരീരത്തിലെ മാലിന്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. ദിവസത്തിൽ ഒരു 7 തൊട്ട് 8 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപാട് വെള്ളം കുടിക്കണമെന്നുമില്ല, അതുപോലെ കുറച്ച് വെള്ളം കുടിക്കണമെന്നുമില്ല. ഒരു 7 തൊട്ട് 8 ഗ്ലാസ് വരെയെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ ജങ്ക് ഫുഡ്സും ഒക്കെ തന്നെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും അത് സ്ഥിരമായിട്ട് അത് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി അവസാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടൈമിങ് വളരെ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴാണോ വിശപ്പുള്ളത് ആ സമയത്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു സമയം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ ടൈം ടേബിളായിട്ട് നമുക്ക് വിശപ്പ് പോലും തോന്നാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ഫുഡ് ചെല്ലുകയും അതുമൂലവും ഡൈജഷൻ സ്ലോ ആവുകയും ഇതിനാൽ നമുക്ക് വിശപ്പ് കുറവായിട്ട് തോന്നുകയും അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക, അതുപോലെ നന്നായി വിശക്കുന്ന സമയത്ത് അടുത്ത മീൽ അല്ലെങ്കിൽ അടുത്തത് കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ വൈകുന്നേരം അത്താഴം കഴിക്കേണ്ടത് നമ്മൾ ഏകദേശം 7 തൊട്ട് 7:30 തന്നെ നമ്മുടെ ഡിന്നർ നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുടൽ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുകയും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അത് നമ്മളെ സഹായിക്കുന്നതാണ്. ഒരു 7:30 മുന്നേ തന്നെ നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കുകയും പിന്നെ പിറ്റേ ദിവസം രാവിലെ 7:30 ശേഷം നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഒന്നും നമ്മൾ കീപ്പ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ തന്നെ നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയിട്ട് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.